गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. ശ്രീ ശങ്കരാചാര്യ കൃതികളിൽ ഒന്നായി മാനിക്കപ്പെടുന്ന പ്രശ്നോത്തര രത്നമാലികയുടെ ഒടുവിലത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തിയത്. 66-ാമത്തെ ശ്ലോകത്തിലേക്ക്. അവിടെ അവസാനം ചോദിച്ച ചോദ്യം ആരാണ് ഭഗവാൻ എന്നായിരുന്നു. മറുപടി പറഞ്ഞു, ശങ്കരനാരായണാത്മൈകനായ മഹേശനാണ്. ശങ്കരനും നാരായണനും ഏകമായ ആത്മാ ആരുടതോ ഭാവം ആരുടതോ അങ്ങനെയുള്ള മഹേശനാണ്. ഒരു പ്രകാരത്തിലും ശിവൻ വിഷ്ണു ഇത്യാദി ഭേദങ്ങൾ ഈശ്വരനിൽ കൽപ്പിച്ച് കലഹിക്കരുത്. ശൈവന്മാർ ശിവനെന്നും വൈഷ്ണവന്മാർ വിഷ്ണുവെന്നും ശാക്തേയർ ശക്തിയെന്നും ഗാണപത്യർ ഗണപതിയെന്നും സൗരർ സൂര്യനെന്നും സ്കാന്ദർ സുബ്രഹ്മണ്യനെന്നും ഒക്കെ പറയുന്നത് ഒരേ ഈശ്വരനെയാണ്. ആ ഈശ്വരനെയാണ് താൻ മഹേശ ശബ്ദം കൊണ്ട് പറഞ്ഞത്. ഇനി ശങ്കരനാരായണൻ എന്നുള്ള ദേവതാവിശേഷവുമുണ്ട്. ശങ്കരനും നാരായണനും ചേർന്ന ആ അർത്ഥത്തിലും എടുക്കാം. ഏതായാലും ശങ്കര നാരായണ ഭേദകൽപ്പനയ്ക്ക് അപ്പുറത്ത് ഈശ്വര തത്വത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. തുടർന്നുള്ള ചോദ്യം, ഫലമപി ഭഗവത് ഭക്തേ കിം തല്ലോകസ്വരൂപസാക്ഷാത്വം മോക്ഷശ്ച കോ ഹി അവിദ്യാസ്തമയഃ കഃ സർവവേദഭൂരഥചോ. ഫലമപി ഭഗവത് ഭക്തേ കിം തല്ലോകസ്വരൂപസാക്ഷാത്വം മോക്ഷശ്ച കോ ഹി അവിദ്യാസ്തമയഃ കഃ സർവവേദഭൂരഥചോ. ഭഗവത് ഭക്തേ ഫലമപി കിം. ഭഗവത് ഭക്തിയുടെ ഫലം എന്താണ്? ആരാണ് അർച്ച്യൻ? അർച്ചിക്കപ്പെടേണ്ടത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഭഗവത് അവതാരമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ ആരെന്ന ചോദ്യം വന്നത്. അവിടെയാണ് മഹേശ്വരെന്ന് മറുപടി പറഞ്ഞത്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഈ ഭഗവത് പൂജയുടെ, ഭഗവത് ആരാധനയുടെ, ഭഗവത് ഭക്തിയുടെ ഫലം എന്താണ്? മറുപടി, തല്ലോകസ്വരൂപ സാക്ഷാത്വം. തല്ലോക സാക്ഷാത്വം, തസ്വരൂപ സാക്ഷാത്വം. അത് ചേർത്ത് പറയുമ്പോൾ തല്ലോകസ്വരൂപ സാക്ഷാത്വം എന്നാണ്. തല്ലോകം, തത്സ്വരൂപം, ഇവയെ സാക്ഷാത്കരിക്കുക, പ്രാപിക്കുക. ഉപാസനയുടെ പൂർണ്ണതയിൽ, പൂർണ്ണമായ ഭക്തിഭാവത്തോടു കൂടിയുള്ള ഉപാസനയുടെ പൂർണ്ണതയിൽ ഉപാസകൻ്റെ ജീവഗതങ്ങളായ ഭാവങ്ങളെല്ലാം നീങ്ങി തന്നിലൂടെ ഭഗവത് ഭാവം മാത്രം പ്രകാശിക്കുന്ന അവസ്ഥാവിശേഷം വന്നു ചേരുകയാണ്. അവിടെ ഭക്തൻ ഭഗവാൻ എന്നുള്ള ഭേദം പ്രത്യസ്തമിച്ചു. കേവലം ഭഗവത് ഭാവം തന്നിലൂടെ പ്രകാശിക്കുന്നു. അതാണ് തല്ലോക, തത്സ്വരൂപ സാക്ഷാത്വം. തല്ലോകം, ലോകമെന്നുള്ളതിന് അനുഭവങ്ങൾ, ലോകമെന്നുള്ളതിന് രൂപം എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ ഭഗവത് രൂപതയെ പ്രാപിക്കുക, വ്യഷ്ടിഗതമായ അഭിമാനം മുഴുവൻ പോയി സമഷ്ടിഭാവത്തെ സ്വയം പ്രാപിക്കുക. അതാണല്ലോ ഭഗവത് ലോകം. ഭഗവാന് സമഷ്ടിയിലാണല്ലോ താദാത്മ്യം. അപ്പോൾ സ്വയമേവ ഭഗവത് ലോകം പ്രാപിക്കുക. സാലോക്യം എന്നും പറയാം. സമാനാലോകതയുണ്ടാവുക, സമാന രൂപഭാവപ്രാപ്തി ഉണ്ടാവുക, സമാന അനുഭവ വിശേഷങ്ങൾ ഉണ്ടാവുക. അപ്പോൾ സർവജ്ഞത്വം തുടങ്ങിയവയിലേക്ക് സാധകൻ ഉയരുന്നു. അതുപോലെ സ്വരൂപ സാക്ഷാത്വം, ഭഗവത് സ്വരൂപം തന്നെയാണ് തൻ്റെ ഭാവം എന്നുള്ള ആ ഒരു ഏകീഭവനം സംഭവിക്കുക.
ഇതാണ് ഭഗവത് ഭക്തിയുടെ പരമമായ ഫലം. സ്വയമേവ ഈശ്വരനുമായി ഏകീഭവിക്കുക, തത് സ്വരൂപസ്ഥിതനാവുക, അന്യഭാവങ്ങളെല്ലാം നീങ്ങുക. ഈ വിധം മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അവിടെ ഒടുവിലൊരു ചോദ്യം വരികയാണ്, മോക്ഷശ്ച കഹ, എന്താണ് മോക്ഷം? സകല ശാസ്ത്രങ്ങളിലും പരമപുരുഷാർത്ഥമായി മോക്ഷത്തെയാണല്ലോ പറയുന്നത്. ധർമ്മം, അർത്ഥം, കാമം ഇതൊക്കെ പ്രാഥമിക പുരുഷാർത്ഥങ്ങളായി ഗണിക്കപ്പെടുമ്പോഴും ചരമപുരുഷാർത്ഥമായിട്ട് മോക്ഷത്തെയാണ് ശാസ്ത്രം പറയുന്നത്. എന്താണ് മോക്ഷം? മറുപടി, ഹി അവിദ്യാസ്തമയ, അവിദ്യയുടെ അസ്തമയമാണ് മോക്ഷം. മോക്ഷമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലോകത്തിലേക്ക് പോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലവിശേഷങ്ങളെ നേടലോ അല്ല. എന്തെങ്കിലും കാര്യങ്ങളെ നേടുക, എന്തെങ്കിലും സ്ഥാനങ്ങളെ പ്രാപിക്കുക, അതൊന്നുമല്ല മോക്ഷം. മരണാനന്തരം സംഭവിക്കുന്ന എന്തോ ഒന്നല്ല മോക്ഷം. പിന്നെ അതാണ് പറയുന്നത്, മോക്ഷമെന്നാൽ അവിദ്യാസ്തമയമാണ്, അവിദ്യയുടെ അസ്തമയമാണ്, അജ്ഞാനത്തിൻ്റെ നാശമാണ്. അവിദ്യ അസ്തമിച്ചാലോ തൻ്റെ പാരമാർത്ഥികമായ ബോധം, തൻ്റെ പാരമാർത്ഥികമായ സ്വരൂപബോധം സാധകനിൽ പ്രകാശിക്കുന്നു. അതോടുകൂടി എല്ലാ പരിമിതികളും താനെ ഒഴിയുകയായി. ദേശകാലാദി പരിമിതികളും അഥവാ തൻ്റെ സച്ചിദാനന്ദമായിരിക്കുന്ന ഭാവം തിരോഭവിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ അതെല്ലാം നീങ്ങി പൂർണ്ണനായ സച്ചിദാനന്ദ സ്വരൂപനാണ് ഞാനെന്ന ശങ്കാരഹിതമായ സംശയരഹിതമായ അവബോധം അത് ദൃഢമാകുന്നു. അതാണ് വാസ്തവത്തിൽ മോക്ഷം. അതിൽ കവിഞ്ഞ് ഏതെങ്കിലും ലോകത്തിൽ പോവലോ ഏതെങ്കിലും കാലാന്തരത്തിൽ നേടേണ്ടതൊന്നുമല്ല മോക്ഷം. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വാക്യമാണ്. അവിദ്യാസ്തമയമാണ് മോക്ഷം. കഹ മോക്ഷ അവിദ്യാസ്തമയ. തുടർന്ന് ഒരു ചോദ്യവും ഉത്തരവും കൂടിയാണുള്ളത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.